നമസ്കാരം. നവകേരള യാത്രയ്ക്കിടെ ആലപ്പുഴയിലുണ്ടായ വലിയ വിവാദമായ രക്ഷാപ്രവർത്തന കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചുവെന്ന ആരോപണത്തിൽ എഡിജിപി എം.ആർ. അജിത് കുമാറിനെതിരെ വകുപ്പുതല നടപടിയും തുടരന്വേഷണവും പ്രഖ്യാപിക്കാൻ സർക്കാർ നീക്കം. കേസ് ഡയറി തിരുത്താനും അന്വേഷണ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്താനും ഇടപെട്ടെന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലിൽ അജിത് കുമാറിനെതിരെ കടുത്ത ചുവടുകളിലേക്ക് നീങ്ങാനാണ് ആഭ്യന്തര വകുപ്പ് തത്വത്തിൽ തീരുമാനിച്ചിട്ടുള്ളത്. ഇതോടെ ഒഴിവ് വരുന്ന DGP പദവിയിലേക്കുള്ള അജിത് കുമാറിന്റെ സ്ഥാനക്കയറ്റവും തടയപ്പെട്ടേക്കും. എന്നാൽ കേസിൽ താൻ നൽകിയിരിക്കുന്നത് പ്രാഥമികമായ മറുപടി മാത്രമാണെന്നും വിശദമായ രേഖകളും യാത്രാ വിവരങ്ങളും ഹാജരാക്കാൻ കൂടുതൽ സമയം വേണമെന്നാണ് ADGP എം.ആർ. അജിത് കുമാർ സംസ്ഥാന പോലീസ് മേധാവിയെ അറിയിച്ചിരിക്കുന്നത്. വിശദമായ വിശദീകരണം നൽകുന്നതിന് കൂടുതൽ സമയം ആവശ്യപ്പെട്ട് DGPക്ക് നൽകിയ പ്രാഥമിക റിപ്പോർട്ടിന്റെ പകർപ്പിലാണ് അദ്ദേഹം തനിക്കെതിരായ ആരോപണങ്ങൾ നിഷേധിച്ചിട്ടുള്ളത്. വിവാദ റിപ്പോർട്ട് നൽകുമ്പോൾ താൻ വയനാട്ടിലായിരുന്നുവെന്നും അന്വേഷണ ഉദ്യോഗസ്ഥരെ ഓഫീസിലേക്ക് വിളിച്ചുവരുത്തി കണ്ടിട്ടില്ലെന്നുമാണ് അജിത് കുമാറിന്റെ പ്രധാന പ്രതിരോധവാദം. പല അന്വേഷണ ഉദ്യോഗസ്ഥരും ഓഫീസിൽ വരാറുണ്ടെങ്കിലും ഉത്തരവുകൾ നൽകിയിട്ടില്ലെന്നാണ് ADGP വ്യക്തമാക്കുന്നത്. SIT സമർപ്പിച്ച റിപ്പോർട്ടിലെ കണ്ടെത്തലുകളെ പൂർണ്ണമായും തള്ളിക്കളയുന്ന തരത്തിലാണ് അദ്ദേഹം പ്രാഥമിക പ്രതികരണം അറിയിച്ചിട്ടുള്ളത്. നവകേരള യാത്രയ്ക്കിടെ പ്രതിഷേധിച്ച KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ക്രൂരമായി മർദ്ദിച്ച കേസിന്റെ അന്വേഷണം ADGPയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് അട്ടിമറിച്ചെന്നാണ് SITയുടെ കണ്ടെത്തൽ. ആദ്യ അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥരെ ADGPയുടെ ഓഫീസിലേക്ക് 3 തവണ രഹസ്യമായി വിളിച്ചു വരുത്തി കേസ് ഡയറി തിരുത്തിയെന്ന് മുൻ അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ADGP അജിത് കുമാറിന്റെ പൂർണ്ണ അറിവോടെയും സമ്മതത്തോടെയുമാണ് അദ്ദേഹത്തിന്റെ ഓഫീസിലെ ഗ്രേഡ് SIമാരായ ഗിരീഷും ശ്രീകാന്തും ചേർന്ന് കേസ് രേഖകളിൽ കൃത്രിമം കാണിച്ചതെന്നും ആരോപണമുണ്ട്. റിപ്പോർട്ട് തിരുത്താൻ വിസമ്മതിച്ച ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരെ സംരക്ഷിക്കുന്ന വിധത്തിൽ റഫർ റിപ്പോർട്ട് തയ്യാറാക്കിച്ചതായാണ് തെളിവുകൾ പുറത്തുവന്നിട്ടുള്ളത്. അഗ്നിശമന സേന മേധാവി നിതിൻ അഗർവാൾ വിരമിക്കുന്ന ഒഴിവിലേക്ക് DGP സ്ഥാനക്കയറ്റത്തിന് ഏറ്റവും മുൻഗണനയുള്ള ഉദ്യോഗസ്ഥനാണ് എം.ആർ. അജിത് കുമാർ. എന്നാൽ നിലവിൽ ഉയർന്ന ഗുരുതരമായ ആരോപണങ്ങളും അതിന്മേൽ വരുന്ന അന്വേഷണവും അദ്ദേഹത്തിന്റെ പ്രമോഷൻ സാധ്യതകളെ പൂർണ്ണമായും കരിനിഴലിൽ ആക്കിയിരിക്കുന്നു. വിജിലൻസ് ക്ലിയറൻസും സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ അനുമതിയും വൈകുന്നതോടെ പ്രമോഷൻ നടപടികൾ തടഞ്ഞുവെക്കാനാണ് നീക്കം. അതേസമയം കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ച ADGPയെ സംരക്ഷിക്കാൻ സർക്കാരിൽ നിന്ന് നീക്കമുണ്ടായതായി പ്രതിപക്ഷം ആരോപിച്ചിരുന്നു. എന്നാൽ തനിക്കെതിരെയുള്ള നിഗമനങ്ങൾ അജിത് കുമാർ നിഷേധിച്ചതിനെ തുടർന്ന് വിഷയത്തിൽ ആഭ്യന്തര വകുപ്പ് വിശദമായ അന്വേഷണ ഉത്തരവിറക്കാൻ നിർബന്ധിതരാവുകയാണ്. അജിത് കുമാറിന്റെ പങ്ക് വ്യക്തമാക്കിക്കൊണ്ട് SIT പുതുക്കി സമർപ്പിച്ച റിപ്പോർട്ട് പോലീസിലെ ഉന്നതർക്കിടയിലും വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയത്. ADGP സമർപ്പിച്ച പ്രാഥമിക മറുപടിയും SITയുടെ അന്വേഷണ റിപ്പോർട്ടും പരിശോധിച്ച ശേഷം സംസ്ഥാന പോലീസ് മേധാവി രവാഡ ചന്ദ്രശേഖർ റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറിക്ക് കൈമാറും.